ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കാണിച്ചാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു കണ്ടൻറ്റാണ്. നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന നമ്മുടെ വോയിസിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന നോയ്സ് ക്യാൻസലേഷൻ എങ്ങനെ ചെയ്യാമെന്നാണ്. വീഡിയോ ആയാലും ഓഡിയോ ആയാലും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന നോയ്സ് എങ്ങനെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാമെന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത്. നേരെ വീഡിയോയിലോട്ട് പോകാം, എങ്ങനെ കാര്യങ്ങൾ ചെയ്യാമെന്ന് ഡയറക്റ്റായിട്ട് ചെക്ക് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ക്രോമിൽ ഏതെങ്കിലും നിങ്ങൾ ഏതാണ് ബ്രൗസർ യൂസ് ചെയ്യുക, ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ട് അഡോബിൻ്റെ അഡോബ് പോഡ്കാസ്റ്റ് എന്നാണ് നിങ്ങൾ സെർച്ച് ചെയ്യേണ്ടത്. ഇതിലാണ് നമ്മൾ ചെയ്യുന്നത്. അഡോബ് പോഡ്കാസ്റ്റ് സെർച്ച് ചെയ്യുക. അതിൽ സെർച്ച് ചെയ്താൽ ഫസ്റ്റ് തന്നെ നമുക്ക് അഡോബ് പോഡ്കാസ്റ്റിൻ്റെ ഒരു വെബ്സൈറ്റ് കാര്യങ്ങൾ കാണാം. ജസ്റ്റ് അതിൽ തൊട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ ഡയറക്റ്റ് സെർച്ച് ചെയ്താൽ മതി, ലിങ്കൊന്നും ഞാൻ കൊടുക്കുന്നില്ല. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് ഓപ്പൺ ചെയ്ത് ഫസ്റ്റ് നിങ്ങളൊന്ന് ലോഗിൻ ചെയ്യാനായിട്ട് വരും. നിങ്ങൾ ഏതെങ്കിലും ഒരു മെയിൽ ഐ ഡി, നിങ്ങൾ ഒറിജിനൽ കൊടുക്കണമെന്നില്ല, ഏതെങ്കിലും ഒരു മെയിൽ ഐ ഡി കൊടുക്കുക. അഡോബിൻ്റെ തന്നെ ആപ്ലിക്കേഷനാണ്, അത് വേറെ കാര്യം. ബട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു മെയിൽ ഐ ഡി കൊടുത്ത് ഇതിലോട്ടൊന്ന് രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3 ഓപ്ഷൻ ഉണ്ട്: സ്റ്റുഡിയോ, അതുപോലെ തന്നെ മൈക്ക് ചെക്ക്, അത് നമ്മൾ മൈക്രോഫോൺ ചെക്ക് ചെയ്യുന്നതാണ്. പിന്നെ സ്റ്റുഡിയോ ഞാൻ റെക്കോർഡ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇത് ബീറ്റ് ഓപ്ഷൻ ഞാൻ പിന്നെ പറയുന്നില്ല. ഇപ്പോൾ നമ്മൾ പറയുന്നത് നമ്മുടെ സ്പീച്ച് എൻഹാൻസ്, അതാണ് നമ്മൾ വോയിസ് കാര്യങ്ങളൊക്കെ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഒഴിവാക്കുന്ന ഒരു കാര്യമാണ് പറയുന്നത്. അപ്പോൾ അത് ചെയ്യാൻ ഇവിടെ ഗോ ടു എൻഹാൻസ് സ്പീച്ച് എന്നൊരു ഓപ്ഷൻ, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചൂസ് ഫയൽ എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ഇവിടെ കുറച്ച് ലിമിറ്റ്, അതായത് മാക്സിമം 30 മിനിറ്റ് മാത്രമേ ഡ്യൂറേഷൻ ഉണ്ടാകാൻ പാടുള്ളൂ. പിന്നെ 500 MB മാക്സിമം സൈസ്, പിന്നെ 1 ഹവർ ടോട്ടൽ ഡെയിലി ലിമിറ്റ് ഉണ്ട്. 1 ഹവർ എന്നുള്ള ഒരു ലിമിറ്റ് നമുക്ക്, അതായത് 2 എണ്ണം മാത്രം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ലിമിറ്റ് കൂടി ഇതിൽ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളായിട്ട് ഇതിൽ ഇപ്പം പുതിയതായിട്ട് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വേർഷൻ 2 അവർ അപ്ഗ്രേഡ് ചെയ്ത് കൂടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ചെയ്യാനായിട്ട് നമ്മൾ ഫയൽ, നമ്മളെ റെക്കോർഡിംഗ് ഫയൽ, നമ്മൾ ചൂസ് ഫയൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ഓപ്ഷൻസ് വരും കേട്ടോ. നിങ്ങൾ പിന്നെ ചൂസ് ഫയൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ, നമ്മൾ ഗാലറിയിൽ നിന്ന് വീഡിയോ എടുക്കാം, അതുപോലെ തന്നെ ഫയൽസിന് എടുക്കാം. ബട്ട് നമ്മളിപ്പോൾ വീഡിയോ സെലക്ട് ചെയ്ത് ഒരിക്കലും വർക്കാവില്ല, കാരണം പ്രീമിയം യൂസേഴ്സിന് മാത്രമേ വീഡിയോ എന്നുള്ള ഓപ്ഷൻ അവർ ചെയ്യുന്നുള്ളൂ. ബട്ട് നമുക്ക് ഇതിൽ വീഡിയോ ചെയ്യാൻ വളരെ സിമ്പിളാണ്. എന്ത് ചെയ്യാം, നമ്മുടെ വീഡിയോ നമ്മളെ ഓഡിയോയിലോട്ട് ജസ്റ്റ് ഒന്ന് കൺവേർട്ട് ചെയ്യുക. ടെലിഗ്രാം ബോട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് അറിയില്ലെങ്കിൽ ജസ്റ്റ് കമൻറ്റ്, ഞാൻ അടുത്ത തന്നെ ഒരു വീഡിയോ ഇടാം അതിങ്ങനെ കൺവേർട്ട് ചെയ്യാമെന്ന്. ടെലിഗ്രാം ബോട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ സൈറ്റ് ഉണ്ട്, എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു ഓഡിയോ കൺവേർട്ട് ചെയ്തിട്ട് അത് ഇതിലോട്ട് അപ്ലോഡ് ചെയ്തിട്ട് നോയ്സ് ക്യാൻസൽ ചെയ്തതിന് ശേഷം നിങ്ങളെ സാധ്യത എഡിറ്റിംഗ് ആപ്ലിക്കേഷനിൽ ഇട്ടത് രണ്ടും കൂടി ഒന്ന് മെർജ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഓഡിയോ കിട്ടും. ഇപ്പോൾ ഇവിടെ ഞാൻ കാണിക്കുന്നത് ഒരു ഓഡിയോ ആണ് കാണിക്കുന്നത്. ശേഷം ചൂസ് ഫയൽ ക്ലിക്ക് ചെയ്യും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഞാനിവിടെ ഒരു ഓഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു നോയ്സ് ക്യാൻസലേഷന് വേണ്ടിയിട്ട് ആ ഒരു ഓഡിയോ ജസ്റ്റ് ഞാൻ ഇതിൻ്റെ ബിഫോർ ആഫ്റ്റർ ഞാൻ ഏറ്റവും ലാസ്റ്റ് വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. ജസ്റ്റ് അതിൽ ഞാൻ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഓപ്പൺ ക്ലിക്ക് ചെയ്യുക. അതിൽ ഓപ്പൺ ക്ലിക്ക് ചെയ്ത് ജസ്റ്റ് ഒന്ന് അപ്ലോഡ് ഇങ്ങനെ വെയിറ്റ് ചെയ്യുക. ഞാൻ ലാസ്റ്റ് എന്ത് ചെയ്യുമ്പോൾ ഇതിൻ്റെ ബിഫോർ ആഫ്റ്റർ തീർച്ചയായിട്ടും കാണിക്കുക. നിങ്ങൾ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യും. അപ്പോൾ വെറും 30 സെക്കൻഡ്, നമ്മൾ തമ്മിലൊക്കെ 30 സെക്കൻഡ് താഴെ മാത്രമേ എടുക്കുന്നുള്ളൂ ടൈം. ഇവിടെ നമ്മൾ പ്ലേ ചെയ്ത് നോക്കാം. പിന്നെ ഇവിടെ പ്ലേ ബട്ടൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് പ്ലേ ചെയ്യാം. ഞാൻ പ്ലേ ചെയ്യുന്നില്ല, ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് ഇതൊന്ന് ഡൗൺലോഡ് ചെയ്ത് എൻ്റെ ഫയലോട്ട് ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുകയാണ്. ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഡൗൺലോഡ് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ കാണാം ഡൗൺലോഡ്, അതുപോലെ തന്നെ അപ്ലോഡ് അതിനകത്ത് 2 ഓപ്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി ഞാൻ ഇപ്പോൾ ലാസ്റ്റ് നിങ്ങൾക്ക് ഞാൻ ഇതിൻ്റെ ബിഫോർ ആഫ്റ്റർ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഫയൽസിൽ പോയിട്ട് ഞാൻ ആദ്യം ഫസ്റ്റത്തെ ഒരു വോയിസ് ആണ് ഇപ്പോൾ ഇവിടെ ബിഫോർ ഈ ഓഡിയോ ക്ലിപ്പാണ് പ്ലേ ചെയ്യുന്നത്. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിരുന്നത് നമ്മുടെ വീഡിയോയിലും ഓഡിയോയിലുള്ള ബാക്ക്ഗ്രൗണ്ടിലുള്ള നോയ്സ് എങ്ങനെ ക്യാൻസൽ ചെയ്യാമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിരുന്നത് നമ്മുടെ വീഡിയോയിലും ഓഡിയോയിലുള്ള ബാക്ക്ഗ്രൗണ്ടിലുള്ള നോയ്സ് എങ്ങനെ ക്യാൻസൽ ചെയ്യാമെന്നാണ് പറയുന്നത്. ഈ ഒരു AI ടൂൾ വെച്ച് ഫ്രീ ആയിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾ രണ്ടിൻ്റെയും ഡിഫറൻസ് കണ്ടിട്ടുണ്ടാവും. അതായത് നമ്മൾ എൻഹാൻസ് ചെയ്തതിൽ ബാക്ക്ഗ്രൗണ്ടിലുള്ള വോയിസ് ഒരു തരി പോലും നമുക്ക് ഇതിലോട്ട് കയറി വരുന്നില്ല. ഫാൻ്റെ സൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ക്യാൻസൽ ചെയ്തിട്ടാണ് ഒരു എൻഹാൻസ്ഡ് വീഡിയോ വരുന്നത്. അപ്പോൾ നിങ്ങൾക്കിതിൽ നിങ്ങൾ റെക്കോർഡ് ചെയ്യാനായാലും നിങ്ങൾക്ക് എന്ത് യൂസിനായാലും ഇത് ഈ വെബ്സൈറ്റ് യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്ത്